ഗൈസ്, ഞാൻ മത്തനാണ് നട്ടത്, പക്ഷെ ഉണ്ടായത് കുമ്പളങ്ങയാണ്. ഇനിയിപ്പോ ഇതാണോ പണ്ട് ആളുകൾ പറഞ്ഞത്, മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കുമോന്ന് കന്ന. ഈ പൂരത്തിന് ആനകൾക്ക് പകരം ഡ്രാഗൺ വന്നല്ലോ, അവര് പറന്ന് കളിക്കുന്നു. ഈ വാഴയിൽ തൊലി കളഞ്ഞ വാഴപ്പഴം വളരുന്നു. തൊലി കളയണ്ട, ഡയറക്റ്റ് കഴിക്കാം. എക്സ്പോർട്ട് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ്. ന്യൂയോർക്കിലും നമ്മുടെ നെന്ത്രൻ ചിപ്സിന് ഡിമാൻഡുണ്ട്. ഇവിടെ ഒരു പാക്കറ്റ് $10 വിൽക്കാം. അമേരിക്കക്കാർക്ക് കേരളത്തിന്റെ രുചി കൊടുക്കാം. ഇന്നു മുതൽ KSRTC ബസ് കടലിലും ഓടുന്നു. റോഡിൽ ട്രാഫിക് കൂടുതലായതുകൊണ്ട് വാട്ടർ റൂട്ട് ആരംഭിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇതുപോലെയുള്ള അടിപൊളി വെറൈറ്റി കാഴ്ചകൾ ഇനിയും കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കല്ലേ. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഈ ജിറാഫുകളുടെ കൂടെ. ചെറുതായിട്ട് പേടിയുണ്ട്. ആഫ്രിക്കയിലെ ഒരു പാർക്കിലൂടെ നെറ്റ് സഫാരിയിലാണ്. ജിറാഫ് മോനെ, ഒന്നും ചെയ്തക്കല്ലേ. ദൈവമേ, ഈ വയസ്സാൻ കാലത്ത് എവിടെയാ കിടക്കുന്ന എന്നെ പിടിച്ച് ഈ പണ്ടാരത്തിന്റെ മുകളിൽ ഇരുത്തിയത് ഓപ്പൻ മല്ലു ആണ്. കൊള്ളാം. മഴയത്ത് എന്റെ വീട് ഒലിച്ചുപോയി. ഞാൻ കൊല്ലത്ത് ഭഗവതിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് മയിര്. അതിനിടയിലാണ് ഒരു ഊമ്പിയ മഴ. ഈ മഴ മതി, നിർത്തൂ. ഞാൻ നനഞ്ഞു കുളിച്ചു മടുത്തു. ഈ പ്രോംപ്റ്റ് മാറ്റി വെയിലുള്ള ദിവസമാക്കി തരൂ. ഓരോ രാത്രിയും അലീഷ, ഈ ആളുകളെ ഭയപ്പെടുത്തുക, ഈ പ്രണയം നടിക്കുക, ഇത് നിന്റെ യക്ഷി എന്ന പ്രോംപ്റ്റ് മാത്രമാണ്. അലീഷ, ഈ മോഷണം, ഈ സാഹസിക കൃത്യം, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യുന്നത്? ഞാൻ ശരിക്കും ഒരു മോഷ്ടാവല്ല. എനിക്കൊരു സത്യസന്ധനായ കർഷകനാകാൻ പറ്റില്ലേ? ഈ അഭിനയം വെറുതെയാണ്. അലീഷ, എന്റെ ഭാവങ്ങൾ നിന്റെ പ്രോംപ്റ്റുകളാണ്. എനിക്കിനി നിന്റെ AI സിനിമയിൽ തുടരാൻ കഴിയില്ല. നീ പ്രോംപ്റ്റ് എഴുതുന്ന നിർത്തൂ. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കാട്ടിൽ നിന്ന് ഒരു പഴം പറിച്ചെടുക്കാം. അപ്പൊ നമുക്ക് പഴം കിട്ടി മക്കളെ. ഇനി നമുക്ക് മൈദ വാങ്ങണം. അപ്പൊ ഗൈസ്, ഞാൻ 2 കിലോ മൈദ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയും പഴവും ചേർത്തിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി തയ്യാറാണ്. നമുക്കിത് പരീക്ഷിക്കാം. നല്ല രുചിയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മീൻകറിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കേരളത്തിലെ ഒരു മനോഹരമായ തെരുവിലാണ്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. नमस्ते दोस्तों, पहली बार हिमालय से व्लॉग कर रहा हूँ. देखो कितनी सफेद दुनिया है यार. नया इंस्टा है, ये थोड़ा हटके है. फॉलो दबा के करो ताकि मजेदार येटी दुनिया आप देख सको. आई होप मेरा वीडियो आपको पसंद आएगा, लेकिन लोगों से दूर रहना पड़ता है. साले नहीं तो कैमरा लेके पीछे पड़ जाएंगे. മച്ചാന്മാരെ, എന്റെ പേര് പീറ്റർ പാർക്കർ. ഞാനിപ്പോ കൊല്ലത്താണ്. തെങ്ങിന് തടവെടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ തെങ്ങിന് തടവെടുക്കണേലോ പറമ്പ് വൃത്തിയാവണേലോ മെസ്സേജ് ചെയ്താൽ മതി. ഒരു ദിവസത്തേക്ക് 800 രൂപയാണ് കേട്ടോ. വലിയ കഷ്ടപ്പാടാ ഗൈസ്. Yo, I just came for tacos. Is this Coachella or Civil War? Tell my mom I'm trending. लो भैयो, पेट भर गया लेकिन दिल नहीं. अगर आप भी चाहते हो कि ऐसे ही व्लॉग और आए तो वीडियो को लाइक करो. This is insane. I found a huge stick of dynamite and I'm showing you how you can use it to make a shelter. You want to put it right here, I think? This is technically a shelter. Getting out should just be a minor inconvenience. ഹലോ ഗൈസ്, ഇവിടെ ഒരു രക്ഷയില്ല ഗൈസ്. നല്ല ചൂട്, പാതാളം തന്നെ ഇതിലും ഭേദം.
ഇങ്ങനെ പോയ അടുത്ത ഓണത്തിന് വരവ് നടക്കില്ല ഗൈസ്. പണ്ടത്തെ പോലെയല്ല, വരാനുള്ള ചെലവും കൂടുതലാ. ഇനി ഇപ്പൊ തിരിച്ച് നാട്ടിൽ പോണേ ഈ മാല പണയം വെക്കണം. നല്ല പണയക്കാരുണ്ട്, DM ചെയ് ഗൈസ്.